ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ മൂന്നാമത്തെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിൻ്റെ തേർഡ് ചാനലാണിത്. സോറി, തൊണ്ടയൊക്കെ ശരിയായി വരുന്നതേ ഉള്ളൂ. മരുന്നൊക്കെ കഴിച്ച് റെഡി ആയിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ റെസ്റ്റിലായിരുന്നു, അതുകൊണ്ടിട്ടാണ് വീഡിയോസ് ഇല്ലാതിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് 10 കാർഡ്സ് 10 കാർഡ്സ് വെച്ചിട്ടുള്ള ഡീറ്റെയിൽ റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്ലസ് യൂണിവേഴ്സ് നിങ്ങളോട് എന്താണ് പറയുന്നത് ആ ഒരു കാർഡ്സും എടുക്കുന്നുണ്ട്. പ്ലസ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കാർഡ്സും നമ്മൾ എടുക്കുന്നതായിരിക്കും. ഈ വീഡിയോൻ്റെ അവസാനമായിരിക്കും എടുക്കുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. റീസണേറ്റ് ആവുന്ന മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കാം. ആൻഡ് ഓൾസോ ഇത് കാണുമ്പോൾ ഇതിൽ പയൽ സെലക്ഷൻ ഒന്നുമില്ല. നിങ്ങളുടെ വ്യക്തിയെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ ചിന്തിക്കുക. അതിനുശേഷം ഈ വീഡിയോ കണ്ടു നോക്കുക. ഓക്കെ, ഉറപ്പായിട്ടും നിങ്ങളുടെ എനർജി ഇവിടെ വരുന്നതായിരിക്കും. നിങ്ങൾ വേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഇത് കാണരുത്. ബിസി എനർജി ആയി പോവും. സോ നിങ്ങളുടെ എനർജി ഇവിടെ കിട്ടില്ല. സോ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് കാണാനായിട്ട് ശ്രമിക്കുക. ജനറൽസ് വീഡിയോ ആണ്, പിന്നെ ടൈംലെസ് റീഡിംഗ് ആണ്, പിന്നെ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കാം. ഓക്കെ, സോ നമുക്ക് കാർഡ്സിലേക്ക് കടക്കാം. ദ 10 ഡീറ്റെയിൽ കാർഡ്സ് റീഡിംഗ്. നിങ്ങൾ ഒന്നിക്കുമോ? ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ആൻഡ് ഓൾസോ യൂണിവേഴ്സ് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഇത്രയുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ നിങ്ങളുടെ വ്യക്തിയായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, ബ്രേക്കപ്പ് സിറ്റുവേഷൻ, ഏത് സിറ്റുവേഷനിലായിക്കോട്ടെ നിങ്ങൾക്കിത് കാണാവുന്നതാണ്. സോ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഒന്നിക്കുമോ എന്നുള്ളതാണ് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത്. അത് ഫസ്റ്റ് തൊട്ടുള്ള എനർജീസ് നമ്മൾ നോക്കും. ഓക്കെ, പാസ്റ്റ്, ഫ്യൂച്ചർ ആൻഡ് പ്രസന്റ്. സോ പഴയ കാലത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കാര്യങ്ങൾ, അതായത് മേ ബി നിങ്ങൾ ഈ പേഴ്സണായിട്ട് റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം നിങ്ങൾ നല്ല രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിരുന്ന ഒരു കാര്യം, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ ഗ്രോത്ത് വരാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രണയബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും ഒരു പരിധിവരെ ഈ ഒരു കാര്യം നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷെ നമുക്ക് പാസ്റ്റ് എനർജിയിലാണ് കിട്ടിയിരിക്കുന്നത്. മാജിക് പ്രയർ ആണ് നമ്മൾക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന കാർഡ്സ്. മാജിക് പ്രയർ ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ പ്രണയബന്ധത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ നീക്കിയിട്ടുണ്ട്. അത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ തന്നെ ആകാനാണ് സാധ്യത. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിച്ച് ഭയങ്കരമായിട്ടുള്ള ഹീലിംഗ് പ്രോസസ്സിലേക്കും സ്പിരിച്വൽ കണക്ഷനിലേക്കും നിങ്ങൾ പോയിട്ടുണ്ട്. അത് റിലേഷൻഷിപ്പ് മേ ബി ഇപ്പൊ ട്വിൻ ഫ്ലെയിം ജേണിയൊക്കെ ആണെങ്കിൽ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകണം. അങ്ങനെയാണ് ട്വിൻ ഫ്ലെയിം ജേണിയുടെ ഒരു രീതി. എന്തുകൊണ്ടോ എനിക്ക് ആ ഒരു ജേണി ഇവിടെ പറയണമെന്ന് തോന്നി. മേ ബി ട്വിൻ ഫ്ലെയിംസ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാകണം. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും ട്വിൻ ഫ്ലെയിംസ് ആയിരിക്കണം, ട്വിൻ ഫ്ലെയിം ജേണിയിലായിരിക്കണം. എന്തുകൊണ്ട് ആ ഒരു വാക്ക് എൻ്റെ വായിൽ വന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ്. സോ ദാറ്റ് എനർജിയും ഇവിടെ വരുന്നുണ്ടാകണം. സോ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ടപ്പ് ചെയ്തപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായപ്പം നിങ്ങൾ പ്രാർത്ഥനയിലേക്കും മെഡിറ്റേഷനിലേക്കും പോയിട്ടുണ്ടാകണം. അല്ലെങ്കിൽ നിങ്ങൾ പലതരത്തിലുള്ള വശ്യസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ചക്രാസ് ഹീലാകാനായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹീലാകാനായിട്ട്, നിങ്ങളുടെ വ്യക്തിക്ക് ദേഷ്യം പിടിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ഒരു ബാലൻസിലേക്ക് വരാനായിട്ടൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥനകൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പാസ്റ്റ് എനർജിയിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു മാജിക് പ്രയറിലൂടെ, ഇപ്പൊ പ്രയർ എന്ന് മാത്രമാണെങ്കിൽ നമുക്ക് ഓക്കെ അതൊരു പ്രാർത്ഥനയാണ് എന്ന് വിചാരിക്കാമായിരുന്നു. പക്ഷെ മാജിക് പ്രയർ ആണ് കിട്ടിയിട്ടുള്ളത്. മാജിക് എന്ന് വെച്ചാൽ എന്താണ്?
വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ, ഒട്ടും അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യങ്ങളെയാണ് നമ്മൾ മാജിക് എന്ന് പറയുന്നത് അല്ലേ. ഒരിക്കലും നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ. സോ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അതൊരു ഗിഫ്റ്റ് പോലെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ പ്രഥമ ദൃഷ്ടിയാൽ നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല. അതായത് അത് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ ഒരു പ്രാർത്ഥനകൾ നിങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ മേ ബി റേക്കി ഹീലിംഗ് അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് യൂസ് ചെയ്യുന്നുണ്ടാകണം, അല്ലെങ്കിൽ പ്രാർത്ഥനാ രീതികൾ, സൂര്യന്റെ ഊർജം വെച്ചിട്ടുള്ള പ്രാർത്ഥനകൾ, ചന്ദ്രഭഗവാന്റെ വെച്ചിട്ടുള്ള പ്രാർത്ഥനകൾ, അതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകണം. സോ അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. നിങ്ങളുടെ കൺമുന്നിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ വലിയ വലിയ മാറ്റങ്ങളോ ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ എങ്കിൽ പോലും നമുക്കിവിടെ ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക്, ഇനി അതും അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ശരീരത്തിൽ സംതിങ് എന്തൊക്കെയോ മാജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് ചക്രാസ് ഹീലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മോശപ്പെട്ട കർമ്മങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നീങ്ങിപ്പോയ അവസ്ഥകൾ കാണിക്കുന്നു. അതായത് നിങ്ങൾ ഇനിയും അനുഭവിക്കാൻ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ കർമ്മങ്ങൾ തീർന്നു കിട്ടിയതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. നന്നായിട്ട് ഹീലായതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് കൺമുന്നിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലായിരിക്കാം. ഓക്കെ, എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല, പിന്നെ ഞാൻ ആ പ്രാർത്ഥന ചെയ്തു. പക്ഷെ അതല്ല, അതിൽ നിന്നും നിങ്ങൾക്ക് മാജിക്കൽ പരമായിട്ടുള്ളൊരു ഗിഫ്റ്റ് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കാർഡ്സ് കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഫ്യൂച്ചറിൽ നിങ്ങൾക്കത് മനസ്സിലാകും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോൾ പ്രാർത്ഥന ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ബിക്കോസ് നിങ്ങൾ അത്രത്തോളം പ്രാർത്ഥനകൾ, റിച്വൽസ്, ആചാരങ്ങൾ സംതിങ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എന്തൊക്കെയോ കാര്യങ്ങളിൽ, ശരീര കാര്യങ്ങളിലോ അല്ലെങ്കിൽ സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങളിലോ വലിയ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നീടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് വരും കാലങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ പ്രാർത്ഥനയൊക്കെ ചെയ്തിട്ടുണ്ട്, കുറെ ആചാരങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും വെറുതെ ആയി പോകത്തില്ല. ബിക്കോസ് അത് നിങ്ങളെ ഹീല് ചെയ്യും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നതും നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള പേഴ്സൺ ആണ്. ഓക്കെ, ഡെസ്റ്റിനിയിലുള്ള പേഴ്സൺ ആയിട്ട് കാണിക്കുന്നു. നിങ്ങൾക്ക് വിധിക്കപ്പെട്ട വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. ഇത് നിങ്ങളെ എന്താ പറയാ, ഈ വിധിയാണ് നിങ്ങളെ ഒന്നിപ്പിച്ചത് എന്ന് പറയില്ലേ, അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ബിക്കോസ് ഈ വ്യക്തിയെ കണ്ടുമുട്ടണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കണ്ടുമുട്ടണം എന്നത് നിങ്ങളുടെ ഈ ജന്മത്തെ തീരുമാനമായിരുന്നു. അത് യൂണിവേഴ്സ് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കാര്യമായിരുന്നു. അത് നിങ്ങൾ എത്രത്തോളം ഇനിയിപ്പോ വേണ്ടാന്ന് പറഞ്ഞാലും നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടും. അത് പലവരും കർമ്മത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടുമുട്ടിയതായിട്ടും കാണിക്കുന്നു. പക്ഷെ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് കർമ്മങ്ങൾ തീർത്ത് കിട്ടിയതായിട്ടും കാണിക്കുന്നു. അതായത് ശാപ ദുഃഖ ദുരിതങ്ങൾ ഈ ഒരു പ്രാർത്ഥനയിലൂടെ ഹീലായതായിട്ടും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഹീലായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന യൂണിവേഴ്സ് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ നിങ്ങൾ 444, 333, 555 ഒക്കെ കാണുന്നുണ്ടെങ്കിൽ, ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങളുടെ പുറകിൽ നിന്നും അത് തുടങ്ങിയിരിക്കുന്നു, നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റഡ് ആകാൻ പോകുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു. ആൻഡ് ഓൾസോ ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ പ്രകാരമായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ സ്വാധീനിച്ച പല കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഡീപ്പ് ഫ്രീസ് കിട്ടിയിട്ടുണ്ട്. മേ ബി പ്രാർത്ഥനയുടെയൊക്കെ ഫലമായിരിക്കണം. നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയായിട്ട് ആർഗ്യുമെന്റ്സ് ചെയ്യുന്ന പരിപാടി നിർത്തി, അല്ലെങ്കിൽ തല്ലുപിടിക്കുന്ന രീതി നിർത്തിയതായിട്ട് കാണിക്കുന്നു. ബിക്കോസ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ലയൺ ആണ് ഇരിക്കുന്നത്. ലയൺ എന്ന് പറയുന്നത് അറിയാലോ, വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ആനിമലാണ്, വളരെ ദേഷ്യം കാണിക്കുന്ന ഒരു ആനിമൽ, ഒരു മൃഗമാണ് അല്ലേ. സോ ഈ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഈ ഒരു ലയൺ ഇവിടെ ഫ്രീസ് ആയിട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്, തണുത്തുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരു തണുപ്പൻ മട്ട് അല്ലെങ്കിൽ ഒരു സ്മൂത്ത് ഗോയിങ് എന്നൊക്കെ പറയില്ലേ. സോ നിങ്ങളിപ്പോ പണ്ട് മേ ബി പേഴ്സണായിട്ട്
ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ പോയിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ആർഗ്യുമെന്റ് ചെയ്യുന്ന സ്വഭാവം, അതായത് ഈ തർക്കിക്കുന്ന സ്വഭാവം നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു തണുത്തുറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അതായത് നിങ്ങൾ തല്ല് പിടിക്കാൻ താല്പര്യപ്പെടുന്നില്ല, നിങ്ങൾ വാക്ക് തർക്കത്തിന് പോകാൻ താല്പര്യപ്പെടുന്നില്ല. അതൊക്കെ ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഒരു മോശപ്പെട്ട കോൺവെർസേഷൻ, ഒരു സംസാര രീതികൾ നിങ്ങൾക്കിടയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് അപ്പം തന്നെ ഹീൽ ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്, നിങ്ങളുടെ വ്യക്തിക്കും നല്ല രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ബിക്കോസ് അത്രയും ദേഷ്യപ്പെടുന്ന അഗ്രസീവ് ആയിട്ടുള്ള ആനിമൽ ആണ് ഇവിടെ തണുത്തുറഞ്ഞു കിടക്കുന്നത്. ബിക്കോസ് ദേ ആർ നോട്ട് റെഡി ടു ടേക്ക് എനി ടൈപ്പ് ഓഫ് നെഗറ്റീവ് ആക്ഷൻസ് ടുവേർഡ്സ് യു. നിങ്ങളുടെ നേർക്ക് ഒരു തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ ഈ വ്യക്തി ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. ദിസ് ഇസ് ബിക്കോസ് ഓഫ് യുവർ പ്രെയർ. ഓക്കെ, ഈ കാർഡിന്റെ തുടർച്ചയാണ് നമ്മൾക്ക് ഈ കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഓൾസോ നമ്മൾക്ക് ആ ഒരു എനർജി, ഈ ഒരു കറണ്ട് എനർജി എന്ന് പറയുന്നത് ദ ഡ്രാഗൺ സ്ലെയർ ആണ് കിട്ടിയിരിക്കുന്നത്. കുറച്ച് ചാലഞ്ചിങ് സിറ്റുവേഷൻസ് ആണ്. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടാണ് പറയാനുള്ളത്, നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് ശത്രുദോഷം കൂടുതലുള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നു. നമുക്കറിയാം ഇത് ഒരു ഗുഹയെയാണ് സൂചിപ്പിക്കുന്നത്. സംതിങ് ഒരു എന്താ പറയാ, ഒരു ഹൊറർ ഹൗസ് എന്നൊക്കെ പറയില്ലേ, ഒരു പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയാനകപ്പെടുത്തുന്ന ടൈപ്പ് ഓഫ് ഒരു വീട് അല്ലെങ്കിൽ ഒരു കൊട്ടാരം അല്ലെങ്കിൽ ഒരു എന്താ പറയാ, നമുക്ക് അങ്ങനത്തെ ഒരു സ്ഥലമായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഡ്രാഗൺ സ്ലെയർ ആണ്. ആൻഡ് ഓൾസോ നമുക്കിവിടെ ഒരു കണ്ണുകൾ കാണാം. ഇതിനെ സൂചിപ്പിക്കുന്നത് ശത്രുക്കളെയാണ്. നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് കുറച്ച് ശത്രുദോഷമുള്ള ആൾക്കാരാണ്. നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ വ്യക്തിക്കും ഉണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗൺ ചെയ്യിപ്പിക്കാനായിട്ട് പലവരും ശ്രമിക്കുന്നുണ്ട്, നിങ്ങളുടെ ചുറ്റിനും നടന്ന് ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വാസ്തവം. അത് നിങ്ങൾ ഉറപ്പിച്ചോളൂ. ഇപ്പൊ നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ യു ഷുഡ് എന്താ പറയാ, ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ റിലീജിയൻ വിശ്വാസങ്ങൾ പരമായിട്ടോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഓക്കെ, എന്തോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഊതിപ്പെരിപ്പിക്കാനായിട്ട്, ഊതി വീർപ്പിച്ച് വലുതാക്കാനായിട്ട് നിങ്ങളുടെ ചുറ്റിനും ആൾക്കാരുണ്ട്. അവർ ഈ കുറുക്കനെ പോലെ പതുങ്ങി നിൽക്കുകയാണ്. ആൻഡ് ദേ ആർ വെരി ഡേഞ്ചറസ് ഫോർ യു. നിങ്ങൾക്ക് കുറച്ച് ഡേഞ്ചറസ്, കുറച്ച് ഭീഷണിയായിട്ടിരിക്കുന്ന രീതിയിലാണ് അവരെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുപാടും അത്തരത്തിലുള്ള ആൾക്കാരില്ലെങ്കിൽ ഉണ്ടെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇൻ കേസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തിൽ ഇത് നല്ല രീതിയിലുണ്ട്, ഇത് നടക്കുന്നുണ്ട്, അവർ ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നുണ്ട്. ബിക്കോസ് ആ ഒരു സിറ്റുവേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ആൾക്കാരുടെ ഇടപെടലുകൾ കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ ബ്രേക്ക് ഡൗൺസ് ഉണ്ടാവുന്നുണ്ട്. ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള എനർജി ഇല്ലാത്തത് കൊണ്ട് തന്നെ ബ്രേക്കേജസ് സംഭവിക്കുന്നുണ്ട്, ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും അത് വളരെയധികം സമാധാനം തരുന്ന ഒരു കാര്യമല്ല, അതൊരു സങ്കടം തരുന്ന ഒരു കാര്യമായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങളോട് ചിലപ്പോൾ വളരെ സ്നേഹത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും സംസാരിക്കുന്ന ആൾക്കാരായിരിക്കണം. പക്ഷെ അവരായിരിക്കണം നിങ്ങൾക്കിട്ട് പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ചാലഞ്ചിങ് സിറ്റുവേഷൻസ്, അതായത് കടമ്പകൾ അല്ലെങ്കിൽ പാരകൾ വരുന്ന പ്രശ്നങ്ങളായിട്ട് കാണിക്കുന്നുണ്ട്. സോ അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അധികം ആൾക്കാരെ ഇതിലേക്ക് വലിച്ചിഴക്കാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഓൾസോ ഫ്യൂച്ചർ കാർഡ്സിൽ നിങ്ങൾക്ക് വേണ്ടത് തീർച്ചയായിട്ടും സ്ട്രെങ്ത് ആണ്. നമ്പർ 44 ആണ് കിട്ടിയിരിക്കുന്നത്. അതൊരു ഏഞ്ചൽ നമ്പർ ആണ്. നിങ്ങൾക്ക് തന്നെ ഒരു അടിത്തറ ഉണ്ടാക്കി എടുക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു അടിസ്ഥാനം ഉണ്ടാക്കി എടുക്കുക. നിങ്ങൾ ആരുടെയും വാക്ക് കേട്ടിട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമില്ല, തീരുമാനിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത്, നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത്, അത് നിങ്ങൾ തീരുമാനം എടുക്കാനായിട്ട് ശ്രമിക്കുക. സോ മുന്നോട്ട് നിങ്ങൾക്ക് ആർജവം വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ഈ പേഴ്സണായിട്ട് ഒന്നിക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഉള്ളിലുള്ള ഭയം അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള പേടി,
അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കുക, ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ അതിലൂടെ സ്ട്രെങ്ത് ഉദ്ധരിച്ചെടുക്കുക, സ്ട്രെങ്ത് നന്നായിട്ട് എടുക്കണം. ഐ മീൻ നല്ല രീതിയിൽ ആ ഒരു ആ ഒരു മനസ്സുറപ്പ് നല്ല രീതിയിൽ വേണം, അത് മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും വേണമെങ്കിലും ചെയ്യാം. യോഗ, മെഡിറ്റേഷൻ, എക്സസൈസ്, അല്ലെങ്കിൽ ചക്ര സീലിംഗ്, അഫർമേഷൻസ്, പ്രാർത്ഥനകൾ, അങ്ങനെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു മാരേജിലേക്ക് എത്തിക്കാനായിട്ട് കുറച്ച് പാടുപെടേണ്ട ഒരു സാഹചര്യം കാണിക്കുന്നു. ആൻഡ് ഓൾസോ ദ കാർഡ് 5 ദാറ്റ് വി കോട്ട്, പുറത്തുള്ള ഇൻഫ്ലുവൻസസ്. നിങ്ങളുടെ ചുറ്റിനുമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം. ഈ ഒരു സാഡ് എംബ്രേസ് ആണ് കിട്ടിയിരിക്കുന്നത്. വിഷമിക്കുന്ന ഒരു കാർഡാണ്. പക്ഷെ നിങ്ങളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി പറയുന്നില്ല. പക്ഷെ ഇതില് നിങ്ങൾക്ക് മനസ്സിൽ വിഷമം വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഈ ഒരു ഡിസ്കഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ, അതിൽ നിന്നും നിങ്ങൾ പോസിറ്റീവ് മാത്രം ചിന്തിക്കരുത്, അല്ലെങ്കിൽ പോസിറ്റീവ് മാത്രം പ്രതീക്ഷിക്കരുത്. അമിതമായിട്ടുള്ള പ്രതീക്ഷകളും വേണ്ട. ഓക്കെ, ഭയങ്കരമായിട്ടുള്ള ആശങ്കകൾ വേണ്ട. ബിക്കോസ് അവിടെ എന്തെങ്കിലും ഒരു ഡിസപ്പോയിൻമെന്റ്സ് വന്നു കഴിഞ്ഞാൽ, നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അത് ഭയങ്കരമായിട്ട് തകർത്ത് കളയും എന്നാണ് കാണിക്കുന്നത്. സോ മെന്റൽ പ്രിപ്പറേഷൻ മസ്റ്റായിട്ടും വേണം. മാനസികമായിട്ടുള്ള ആ ഒരു വീണ്ടെടുപ്പ്, അല്ലെങ്കിൽ മനസ്സ് നല്ല, ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമ്മൾ പ്രിപ്പയർഡ് ചെയ്ത് പോകില്ലേ? സെലക്റ്റഡ് ആയാലും ഇല്ലെങ്കിലും ഓക്കെ, നമ്മളത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് നമ്മൾക്ക് ഉണ്ടാവണം. അല്ലാതെ ഇന്റർവ്യൂവിന് സെലക്ഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോയി കിണറ്റി ചാടാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. സോ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സോ ചുറ്റുപാടും നിങ്ങൾക്ക് ഡിസപ്പോയിൻമെന്റ്സ് വന്നേക്കാം, അല്ലെങ്കിൽ എതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ, സാഹചര്യങ്ങളൊക്കെ വന്നേക്കാം. സോ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു രീതി, അല്ലെങ്കിൽ ആ ഒരു ധൈര്യം നിങ്ങൾ സംഭരിച്ച് വെച്ചേ പറ്റൂ. അല്ലാതെ ഒറ്റയ്ക്കിരുന്ന് കരയാനോ വിഷമിക്കാനോ. കരഞ്ഞോളൂ, ഇപ്പൊ മനസ്സിൽ വിഷമം വരുമ്പോൾ കരഞ്ഞോളൂ. അതൊരു തെറാപ്പിയാണ്. ഉള്ളിലുള്ള വിഷമം കണ്ണിലൂടെ കണ്ണുനീരായിട്ട് പുറത്തേക്ക് വരിക. അതൊരു തെറാപ്പിയാണ്, മൈൻഡ് ഹീലിംഗ് ആണ്. പക്ഷെ എന്ത് കാര്യവും അധികമായാൽ അമൃതം വിഷമാണ്, അല്ലേ? അപ്പൊ ഫുൾ ടൈം കരഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ട്രെങ്തിനെ സൂചിപ്പിക്കുന്നതല്ല. ഓക്കെ, സ്ട്രെങ്ത് അല്ല സൂചിപ്പിക്കുന്നത്. ഫുൾ ടൈം കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ദുർബലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾക്ക് സ്ട്രെങ്ത് ഇല്ല, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല, മാനസികമായിട്ടുള്ള സ്ട്രെങ്ത് ഇല്ല എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. കുറച്ചൊക്കെ കരയാ, പക്ഷെ അതിൽ നിന്നും വീണ്ടും റൈസപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഉയർന്നു വരാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ ഹീൽ ചെയ്യാൻ പറ്റും? ഹീൽ ദ ഔക്കാണ് കിട്ടിയിരിക്കുന്നത്. നമ്പർ 38. അതായത് നിങ്ങൾക്ക് പല വിശ്വാസങ്ങൾ ഉണ്ടാകും, അല്ലേ? ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ പലതരത്തിലുള്ള കാര്യങ്ങൾ, ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതും, ഇനിയിപ്പോൾ അതല്ല, പ്രപഞ്ച ശക്തിയെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നിങ്ങളിപ്പോൾ ഹിന്ദുസ് ആണെങ്കിൽ അർദ്ധനാരീശ്വര സങ്കല്പം, അല്ലേ? ട്വിൻ ഫ്ലെയിമിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. സോ നിങ്ങൾക്ക് തിങ്കളാഴ്ച വ്രതമൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ലൊരു വരനെ ലഭിക്കാനൊക്കെ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉന്നതി കൈവരിക്കാൻ, നിങ്ങളുടെ പ്രണയബന്ധം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടൊക്കെ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് ഓൾസോ മഹിഷാസുര മർദിനി സ്തോത്രം അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. മഹിഷാസുര മർദിനി, അതായത് ശത്രുദോഷത്തിനൊക്കെ വളരെയധികം നല്ല കാര്യമാണ്. ഈ ഒരു സ്തോത്രം ചൊല്ലിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ മനസ്സിൽ വരും. ശത്രുദോഷം കുറയുകയും ചെയ്യും. നിങ്ങളെ പുറമേ നിന്ന് ദ്രോഹിക്കാൻ നോക്കുന്ന ആൾക്കാർ ആ വഴി ഓടിക്കോളും. ഓക്കെ. ആൻഡ് ഓൾസോ നിങ്ങൾ ക്രിസ്ത്യൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ബൈബിള് നന്നായിട്ട് വായിക്കാനായിട്ട് ശ്രമിക്കുക. അതിൽ ഏറ്റവും കൂടുതൽ യെശയ്യാവ്, ഐ മീൻ ആ ഒരു സദൃശ വാക്യങ്ങൾ, അതുപോലെ സങ്കീർത്തനങ്ങൾ. ഓക്കെ, സങ്കീർത്തനങ്ങൾ നന്നായിട്ട് വായിക്കുക. ബിക്കോസ് അത് ശരിക്കും ശത്രുക്കളെ
മാറ്റി നിർത്തുകയും നിങ്ങളുടെ പ്രണയബന്ധം വിജയകരമാക്കാനായിട്ടൊക്കെ കൂടുതൽ സഹായിക്കുന്ന ഒരു അധ്യായങ്ങളൊക്കെയാണ്. ദൈവം ശക്തനാക്കുന്ന ഒരു രീതി അതാണ് കൂടുതലും ആ ഒരു സ്ഥലങ്ങളിൽ പറയുന്നത്. ആൻഡ് ഓൾസോ 1 കൊരിന്ത്യൻസ് ആ ഒരു അധ്യായം നിങ്ങൾ കംപ്ലീറ്റ് വായിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. ആൻഡ് ഓൾസോ കർത്താവ് ചെയ്ത പ്രവർത്തികൾ, അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾ കുരുടന്മാരെ സൗഖ്യമാക്കി, അല്ലെങ്കിൽ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നിങ്ങൾ വായിക്കുക. കർത്താവിന്റെ അത്ഭുതം അത് നിങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ബിക്കോസ് ബൈബിൾ പാരായണം, ബൈബിൾ വായിക്കുന്നത് വളരെ നല്ലതായിട്ട് കാണിക്കുന്നു. അതുപോലെ മേരി മാതാവിന്റെ ഉടമ്പടി സ്വീകരിച്ച് പ്രാർത്ഥനകൾ കൈകൊള്ളുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. ബിക്കോസ് നിങ്ങളുടെ ആ ഒരു പ്രണയബന്ധത്തിന്, ഓക്കെ, ഇപ്പൊ ക്രിസ്ത്യൻസ് ഒക്കെയാണ് കേൾക്കുന്നെങ്കിൽ മഹിഷാസുരമർദ്ദിനി അല്ലെങ്കിൽ തിങ്കളാഴ്ച വ്രതം അതൊന്നും നിങ്ങളുടെ ഇതല്ലല്ലോ. സോ അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് ഇങ്ങനെ പറയുന്നത്. ഒരാൾക്കാരുടെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ക്വസ്റ്റ്യൻ മാർക്കായി പോവില്ലേ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. സോ നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ക്രിസ്ത്യൻസ് ആണ്, ജീസസിൽ കൂടുതലും വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് ജീസസ് മിറാക്കിൾസിന്റെ കിങ് ആണ്. അത് പലവരും എൻ്റെ കസ്റ്റമേഴ്സ് തന്നെ ഞാൻ പറഞ്ഞിട്ട്, ഓക്കെ, അപ്പൊ അവര് മേ ബി വേറെ ദൈവങ്ങളെയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ആരെയും ഇതാക്കി പറയല്ല, ബട്ട് ഒന്ന് മാറ്റി പിടിച്ചു നോക്കൂ. ജീസസിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞിട്ട് അവർക്ക് പ്രാർത്ഥിച്ചിട്ട് പലതും നടക്കാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. സോ യു ക്യാൻ ഫോളോ ദ ജീസസിനെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഹിന്ദുസ് ആണെങ്കിൽ ശിവഭഗവാൻ, പാർവതി ദേവി, ആ ഒരു രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. തിങ്കളാഴ്ച വ്രതം എടുക്കാം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. മുസ്ലിംസ് ആണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ നിസ്കാരം മുടങ്ങരുത്. ചിലവരൊക്കെ പറയാറുണ്ട് നിസ്കരിക്കാറേ ഇല്ല എന്നൊക്കെ, ഭയങ്കര ഫാഷനബിൾ ആയിട്ടൊക്കെ വന്ന് പറയുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയൊന്നുമല്ല, നിസ്കരിക്കുക, ആ ഒരു രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഓൾസോ എപ്പോഴും നിങ്ങൾ പോസിറ്റീവ് പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതായത് നിങ്ങളുടെ ആ ഒരു സർവശക്തനായ അല്ലാഹു എന്നെ സഹായിച്ചതിന് നന്ദി, എന്നെ ഹെൽപ്പ് ചെയ്യുന്നതിന് നന്ദി എന്ന് പറയുക. ഓക്കെ, എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. അത് പ്രപഞ്ച ശക്തിയോടായാലും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനോടായാലും നിങ്ങൾ നന്ദി പറയാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും അറ്റ് ദ സെയിം ടൈം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിലും നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ കാണിക്കുന്നത്. സോ ആൻഡ് ഓൾസോ നമുക്കിവിടെ ഈ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള എനർജി നിങ്ങൾക്ക് കിട്ടുന്നത്, ഒന്ന് നിങ്ങളുടെ ഈ ഒരു പ്രാർത്ഥനയും, 2 എഡ്യൂക്കേഷനുമാണ്. അതായത് നിങ്ങൾ രണ്ടുപേരും ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരായിരിക്കണം. സോ ഒരു പരിധി വരെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ വ്യക്തിയും അങ്ങനെ തന്നെയായിട്ടാണ് കാണിക്കുന്നത്. എന്ന് വെച്ചിട്ട് നിങ്ങളെ കളയുന്നു എന്നല്ല ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് സ്ട്രെങ്ത് ഉണ്ട്, മാനസികമായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട്. ഓക്കെ, എനിക്ക് ഇന്ന ജോലി മേടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഇന്ന കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, എനിക്ക് ഇത്ര രൂപ സാലറി കിട്ടുന്നുണ്ട്, സോ എനിക്ക് ഇവിടെ നോക്കാൻ പറ്റും, ഞാൻ കോൺഫിഡൻ്റ് ആണ് എന്നുള്ള ഒരു മനോഭാവവും നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. ബിക്കോസ് നമ്മൾക്ക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഒരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോ കൊറ്റി, ക്രോൺ, ഓക്കെ, ക്രോൺ അല്ല, ക്രെയിൻ, അതായത് കൊക്കിനെ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ പരിസരത്തോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അതൊരു സമാധാനപരമായിട്ടുള്ള കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണോ അത് വളരെ സമാധാനപരമായ രീതിയിൽ അവസാനിക്കും എന്നുള്ളതിനെയും കൂടിയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ നേരിട്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പോയി കാണുന്നതല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ വെള്ളക്കൊക്കിനെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീടിന്റെ പരിസരത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ കൺമുന്നിലോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അത് സമാധാനപരമായ രീതിയിൽ വന്ന് അവസാനിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. സോ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് അങ്ങനെ ഒരു സൈൻ നമ്മൾക്കിവിടെ കാണിച്ചിട്ടുണ്ട്. അതാണ് നമുക്കിവിടെ പറയാനായിട്ടുള്ളത്. സപ്പോർട്ടിങ് എനർജീസ് നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താൽ മതി. ആൻഡ് ഓൾസോ ഈ ഒരു തടസ്സപ്പെടുത്തുന്ന എനർജി എന്ന് പറയുമ്പോൾ എന്താണ്,
നിങ്ങൾക്ക് പഴയ കാലത്ത് നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ലൈഫാണല്ലോ, മനുഷ്യന്റെ ലൈഫ് എന്ന് പറയുമ്പോൾ കുറച്ച് നല്ല കാര്യങ്ങളും കൈപ്പേറിയ കാര്യങ്ങളും മധുരപരമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. സോ കൈപ്പേറിയ കാര്യങ്ങൾ നിങ്ങൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. അത് ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കില്ല, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കായിരിക്കാം. സോ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിച്ചാലും മതി. അതായത് ആ വ്യക്തി പഴയ കാലത്തെ കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് നിങ്ങളായിട്ട് പ്രണയബന്ധത്തിലേക്ക് വരാനായിട്ട് മടിക്കുന്നു, മടി കാണിക്കുന്നു, പേടിക്കുന്നു. സോ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പ്രാർത്ഥനകളൊക്കെ ചെയ്യുക. അറ്റ് ദ സെയിം ടൈം ആ വ്യക്തിക്ക് വേണ്ടിയിട്ടും കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഹീലായ പോലെ അവരെയും ഹീലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ഗോസ്റ്റ് ലാൻഡ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പേടി സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള മനസ്സിലെ തോന്നലുകൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ ദ ഹോപ്സ്, ദ പ്രതീക്ഷ, ദ മാജിക് സ്ട്രീം ആണ് കിട്ടിയിരിക്കുന്നത്. മാജിക്കിന്റെ ഒരു 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 ഗ്രൂപ്പ് ഓഫ് കാർഡ്സ് ആണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ബിക്കോസ് നിങ്ങൾ മാജിക് ആണ്. ഓക്കെ, നിങ്ങൾ മാജിക് ആണ്. നിങ്ങൾ അത്രയും മാജിക്കൽ വ്യക്തികളാണ്. നിങ്ങൾക്ക് ഏറ്റവും മോശപ്പെട്ട സാഹചര്യം ഫ്രണ്ട്സ്, അപ്പൊ നമുക്കിവിടെ എനിക്ക് ചുമ വന്നു, അതുകൊണ്ടിട്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് മാജിക് സ്ട്രീം ആണ് കിട്ടിയിട്ടുള്ളത്. അതാണ് നിങ്ങളുടെ വിശ്വാസത്തെ സൂചിപ്പിക്കുന്നത്. ബിക്കോസ് ഇതൊരു സാധാരണ സ്ട്രീമിനല്ല സൂചിപ്പിക്കുന്നത്, സാധാരണ അരുവിയിലല്ല സൂചിപ്പിക്കുന്നത്. ഇതൊരു മാജിക്കൽ ആയിട്ടുള്ള ഒരു അരുവിയാണ്. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും പറ്റിപ്പോകത്തില്ല, അല്ലെങ്കിൽ ഇതിനൊന്നും സംഭവിക്കത്തില്ല. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നിറഞ്ഞു തുളുമ്പി വരുന്ന ഒരു രീതിയാണ്. ഒരു കൊക്കിനെയും കൂടി സൂചിപ്പിക്കുന്നു. 2 കാർഡ്സ് ആണ് നമുക്കിവിടെ വെള്ളക്കൊക്കിനെ സൂചിപ്പിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലവരും ഇത് കണ്ടിട്ടുണ്ടാകണം. ഓക്കെ, കൊക്കിനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ടാകണം. സംതിങ് അത് സമാധാനത്തെയും ഒരു സന്തോഷത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയാണ്. അപ്പൊ നിങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ഒരു മാജിക്കൽ സ്ട്രീമാണ്. സോ ഇതൊരിക്കലും വറ്റിപ്പോവത്തില്ല, ഇതൊരിക്കലും നശിച്ചു പോകത്തില്ല. ബിക്കോസ് ഇതിൽ മാജിക്കുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. സോ ഇതിന്റെ മേൽ, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ മേലില് ഈ ഒരു ദൈവത്തിനും അതുപോലെ ഈ ഒരു പ്രപഞ്ച ശക്തിക്കും ഒരു പദ്ധതിയുണ്ട്, ഒരു ഡിവൈൻ പ്ലാനിങ് ഉണ്ട്. ഓക്കെ, ഒരു ദൈവികമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അതിനെയാണ് ഇവിടെ പ്രതീക്ഷ എന്ന് സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ ആ ഒരു ചിന്തയും നിങ്ങൾക്കും ഉണ്ടാകാം. ഓക്കെ, ഇങ്ങനെയൊക്കെ പോയാലും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും, നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്ന് അവസാനിക്കും എന്നുള്ള ഒരു വിശ്വാസം. സോ ആ ഒരു വിശ്വാസം നിങ്ങൾ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. ആൻഡ് ഓൾസോ ദ ഫൈനൽ ഔട്ട്കം ദാറ്റ് വി ഗോട്ട് ദ ടാലിസ്മാൻ ആണ്. തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാനായിട്ട് പറ്റുന്നത് മനോഹരത്തെയാണ് സൂചിപ്പിക്കുന്നത്. മനോഹരമായിട്ടുള്ള എൻഡിങ്, മനോഹരമായിട്ടുള്ള അവസാനം. ഓക്കെ, മനോഹരം, അത് ടാലിസ്മാന്റെ അർത്ഥം തന്നെ ബ്യൂട്ടിഫുൾ എന്നാണ്. മനോഹരമായ രീതിയിൽ അവസാനിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു റീഡിങ്ങിന്റെ ഫൈനൽ ഔട്ട്കം എന്ന് പറയുന്നത്. സോ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് 7 ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ 9 ദിവസത്തിനുള്ളിലോ, അതായത് 7 or 9 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് മേ ബി ഒരു ഗുഡ് ന്യൂസ് വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. ആൻഡ് ഓൾസോ നമുക്ക് നോക്കാം ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. യെസ്, സീരിയസ്ലി ദ പോസിറ്റീവ് കാർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ബിക്കോസ് യു ഡിസേർവ് ലവ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. യു ആർ ലവബിൾ, അതായത് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്നേഹിക്കാൻ അറിയാം. ചിലപ്പോൾ ഈ വ്യക്തി കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങളായിട്ടാണ് ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഒരു മാലാഖയെ പോലെ അല്ലെങ്കിൽ ഒരു നല്ലൊരു വ്യക്തിയായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത്. നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്, യു ആർ ലവബിൾ. ആൻഡ് ഓൾസോ ദ എൻഗേജ്മെന്റ് കാർഡ് ഇസ് ഹിയർ. ഗ്രേറ്റ്. യുവർ ലവ് ലൈഫ് ഇസ് അസെൻഡിങ് ടു എ ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റ്. ഒരു ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റ് തരാനാണ്
ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ബിക്കോസ് ദ എൻഗേജ്മെന്റ് എനർജി ഈസ് ഹിയർ. മേ ബി അതായിരിക്കാം ഗുഡ് ന്യൂസ് 7 or 9 ഡേയ്സിനുള്ളിൽ. ഓക്കെ, അത് നിങ്ങൾ പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യുക. ദ ട്രസ്റ്റ്, വിശ്വാസത്തോടെ ഇരിക്കുക. ദിസ് സിറ്റുവേഷൻ ഈസ് കോളിംഗ് ഫോർ യു. ഹാവ് ഫെയ്ത്ത്. അതായത് ഈ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ, ഓക്കെ, നിങ്ങളുടെ ചുറ്റിനും പ്രശ്നക്കാരാണ്, നിങ്ങൾക്ക് പണി തരാനായിട്ട് ഇരിക്കുന്നുണ്ട്. സോ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. സോ അതൊക്കെ ആണെങ്കിൽ പോലും നിങ്ങളുടെ വിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോവുക എന്നുള്ളതും കൂടെ ഈ പേഴ്സൺ പറയുന്നുണ്ട്. ട്രസ്റ്റ് ചെയ്ത് നിൽക്കുക. ഈ ഒരു ഓക്കെ, ദെൻ ദ സെപ്പറേഷൻ പീരീഡ്, അതായത് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് ഒരു സെപ്പറേഷൻ പീരീഡ് തന്നെയാണ്. സോ അത് ഈ വ്യക്തി അക്സെപ്റ്റ് ചെയ്യുന്നു, അംഗീകരിക്കുന്നു. ബട്ട് ആ ഒരു സെപ്പറേഷൻ പീരീഡ് വന്നത് സംതിങ് കാർമിക് സംബന്ധമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, യെസ്, വാട്ട് യു ഷുഡ് ഡു, യൂണിവേഴ്സൽ മെസ്സേജ് ആണ്, നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ മെസ്സേജ് ആണ്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, വാട്ട് യു ഷുഡ് ഡു. യെസ്, വി ഗോട്ട് ദ ബ്യൂട്ടിഫുൾ കാർഡ്സ്. 4 കാർഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. യെസ്, യു ആർ റെയർ ആൻഡ് ഫ്രീ. യെസ്, ദർ ആർ നോട്ട് മെനി ലൈക്ക് യു. അതായത് നിങ്ങളെ പോലെ വേറെ ആൾക്കാരില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾ അത്രയും റെയർ ആയിട്ടുള്ള ആൾക്കാരാണ്, അത്രയും ഫ്രീ ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മാജിക്കിന്റെ കാർഡ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കിട്ടി. ഐ മീൻ അത് ഒരു നിങ്ങൾ അത്രയും സ്പെഷ്യലാണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഗ്രോയിങ് അപ്പ്, ഓക്കെ, വാണ്ടിങ് ടു ഗ്രോ ഇൻ എക്സ്പീരിയൻസ്, റിജക്ഷൻ ഓഫ് പെർപെച്വൽ യൂത്ത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് ഓരോ എക്സ്പീരിയൻസ് വരുമ്പോൾ ആ എക്സ്പീരിയൻസിന്റെ മുന്നിൽ നിന്നുകൊണ്ട് തകർന്ന് വീഴാണ്ട്, ഓക്കെ, ഇപ്പൊ പ്രതിസന്ധി ആയിട്ടുള്ള ഘട്ടങ്ങൾ വരുമ്പോൾ, ചാലഞ്ചിങ് സിറ്റുവേഷൻസ് വരുമ്പോൾ അത് ഓർത്തിട്ട് വിഷമിച്ച് വീഴാണ്ട്, തളർന്ന് വീഴാണ്ട് നിങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോവുക, മുന്നോട്ട് കുതിക്കാനാണ് പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നതാണ്. ആൻഡ് ഓൾസോ യു ക്യാൻ ഗോ ബാക്ക് ടു യെസ്റ്റർഡേ, ബി ഇൻ ദ പ്രസന്റ്. അപ്പം ഇതിൽ പല ആൾക്കാരും പണ്ടത്തെ കാലത്തേക്ക് പോകുന്നുണ്ട്, പണ്ടത്തെ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ദുരിതപ്പെട്ട് ജീവിച്ച കാലഘട്ടമൊക്കെ ആയിരിക്കണം. അതൊന്നും നിങ്ങൾ വീണ്ടും ഇനി ചിക്കിച്ചികഞ്ഞ് ഓർത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം തന്നെ ഇല്ല. നിങ്ങൾ ഇതുപോലെ ബിഹേവ് ചെയ്യുക, ലൈക്ക് ഈഗിൾ. ഓക്കെ, അത്രയും പവർഫുൾ ആകാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ആൻഡ് ഓൾസോ വി ഗോട്ട് ഡു നോട്ട് ഡ്രിങ്ക് പോയിസൺ, ഡു നോട്ട് ഡു തിങ്സ് യു നോ ആർ ബാഡ് ഫോർ യു. അപ്പോൾ നിങ്ങൾക്ക് മേ ബി നിങ്ങളുടെ ചുറ്റുപാടുള്ള ആൾക്കാർ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ മേ ബി നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഓക്കെ, ഇത് മോശപ്പെട്ട ആൾക്കാരാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ, ഓക്കെ, അനാവശ്യമായിട്ടുള്ള അഡിക്ഷൻസ്, അതായത് അടിമപ്പെടൽ, അതായത് സംതിങ് മോശപ്പെട്ട സ്വഭാവ രീതികൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റിയെടുക്കണം. ഇപ്പോൾ പുരുഷന്മാരാണെങ്കിൽ മദ്യപാനം, പുകവലി, ലേഡീസ് ആണെങ്കിൽ ഡിപ്രഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തോ ഒരു വിഷം പോലെ ഒരു കാര്യവും കൂടെ നിങ്ങളുടെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണിഞ്ഞു തരുന്ന ആരെങ്കിലും ആയിരിക്കണം, സംതിങ് അത്തരത്തിലുള്ള ആൾക്കാരിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ പറയുന്നത്, യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് വിഷം കുടിക്കരുത്. നമ്മൾ പറയില്ലേ, മലർന്ന് കിടന്ന് തുപ്പരുത് എന്ന് പറയില്ലേ, ബിക്കോസ് ആ സാധനം നമ്മുടെ മുഖത്ത് തന്നെ വന്ന് വീഴും. സോ ഡു നോട്ട് ഡ്രിങ്ക് പോയിസൺ. ഓക്കെ, അപ്പോൾ മോശപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടും അറിയാത്ത രീതിയിൽ നിങ്ങൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്യരുത്. നിങ്ങളത് മനസ്സിലാക്കി നിങ്ങൾ അതിൽ നിന്നും മാറിപ്പോവുക എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്. സോ നിങ്ങൾ ഒന്നിക്കുമോ എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിക്കും. ബിക്കോസ് നമ്മൾക്ക് മാജിക് എനർജീസ് ആണ് നിങ്ങൾക്ക് ഐ മീൻ നിങ്ങളുടെ എനർജിയിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് മാജിക്കൽ ആയിട്ടുള്ള കാർഡ്സ് ആണ്. സോ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഡിവൈൻ പ്രൊജക്റ്റ് ഇവിടെ നടക്കുന്നുണ്ട്, ദൈവത്തിന്റെ ഒരു പദ്ധതി നടക്കുന്നുണ്ട്. എന്തായാലും 7-9 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് ഈ വ്യക്തിയിൽ നിന്നും ലഭിക്കട്ടെ. നമുക്ക് എൻഗേജ്മെന്റ് കാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സോ യെസ്, യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക. അത് ഈ ചെവി കൂടി കേട്ടിട്ട് ആ ചെവി കൂടെ കളയരുത്. ബിക്കോസ് നിങ്ങൾ റെയർ ആൻഡ് ഫ്രീ ആണ്. നിങ്ങൾ ഓരോ സിറ്റുവേഷനിൽ നിന്ന് ഗ്രോ അപ്പ് ചെയ്യുക. ആൻഡ് ഓൾസോ പഴയ കാര്യങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കണ്ട. ആൻഡ് ഓൾസോ അറിഞ്ഞുകൊണ്ട് മോശപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്
ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഓൾസോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.